ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഫുൾ ഫില്ലിങ്ങും ക്രം കോട്ടിങ്ങും കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്പഞ്ച് നമ്മൾ റെഡിയാക്കിയേക്കുന്നത് നോർമൽ വാനില സ്പഞ്ചാണ് കേട്ടോ. വാനില സ്പഞ്ച് ചെയ്യണ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കിൻ്റെ ആ സ്കിൻ പോർഷൻ ഒന്ന് റിമൂവ് ചെയ്യേണ്ടത്, അത് ഓപ്ഷനിലാണ്. ഞാൻ എല്ലാ കേക്കിനും റിമൂവ് ചെയ്യാറുണ്ട്. ശേഷം നമ്മൾ കേക്കിന് 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ കോക്കനട്ടും സിറപ്പും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫില്ലിങ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഫില്ലിങ് റെഡിയാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിക്കും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അത് കുറച്ച് നമുക്ക് ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീമിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ബാക്കി ഫില്ലിങ്സിലായിട്ട് അവിടെ മാറ്റി വെക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഫില്ലിങ്സിനുള്ള എല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ക്രീമും സിറപ്പും കരിക്ക് ക്രഷ് ചെയ്തിടാനുള്ളതും ആ ഒരു സ്പെഷ്യൽ ഫില്ലിങ്ങും. കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത് നോർമൽ ഷുഗർ സിറപ്പല്ല. 1/2 കപ്പ് നോർമൽ ഷുഗർ സിറപ്പിലേക്ക് 1/2 കപ്പ് കരിക്കിൻ്റെ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ലെയർ വെച്ചു, സിറപ്പും കൊണ്ട് സോക്ക് ചെയ്തു. നമ്മുടെ ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. ആ ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഫില്ലിങ് ചേർത്ത് മിക്സ് ചെയ്ത ആ ക്രീമിന് ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഫില്ലിങ്ങും കൊടുത്ത് കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെൻഡർ കോക്കനട്ടും ഫില്ലിങ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. എല്ലാവർക്കും കേക്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടിക്കൊള്ളണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. എന്നാലും നല്ലതാണ് കേട്ടോ ടെൻഡർ കോക്കനട്ട് കേക്കിൽ. ആ ടെൻഡർ കോക്കനട്ട് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആരും അത് വേണ്ടാന്ന് പറയാറില്ല, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തു. നമ്മുടെ ആ സ്പെഷ്യൽ സിറപ്പും കൊണ്ട് കേക്ക് വെറ്റ് ചെയ്തു. ദെൻ ക്രീം വെച്ച് കൊടുത്തു, ഫില്ലിങ്ങും എടുത്തു, ടെൻഡർ കോക്കനട്ട് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ മൂന്നാമത്തെ ലെയറും വെച്ച് കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീമും വെച്ച് കൊടുത്തിട്ട് കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കണം.